ഹായ് ഓൾ, അടുത്തതായിട്ട് പറയാൻ പോകുന്ന ടോപ്പിക്കാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. അപ്പോൾ എന്താണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് ആദ്യം പറയാം. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത ശൈലിക്കനുസരിച്ചിട്ട് ഉണ്ടാവുന്ന അസുഖങ്ങളാണെന്ത് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. പണ്ട് കാലങ്ങളിലാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളൊക്കെയാണ് കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. ഈ കാലത്താണെന്നുണ്ടെങ്കിൽ അതെന്തായി, ഫാസ്റ്റ് ഫുഡായി. അതുപോലെ തന്നെ വറുത്തെടുത്ത ഭക്ഷണങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്, ബേക്കറി ഐറ്റംസ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വന്നു. അതായത് നമ്മുടെ ഭക്ഷണ രീതിയിൽ ചേഞ്ച് വന്നു. പണ്ട് കാലത്തുള്ള ഭക്ഷണ രീതിയല്ല ഈ ഒരു കാലത്തുള്ള ഭക്ഷണ രീതി. ഇങ്ങനെ ചേഞ്ച് വന്ന സമയത്ത് അതിൻ്റെ കൂടെ എന്തും കൂടെ വന്നു, അസുഖങ്ങളും കൂടിക്കൂടി വന്നു. ഈ ഒരു ഭക്ഷണ രീതി കാരണം എന്ത് കൂടി വന്നു, അസുഖങ്ങൾ കൂടി വന്നു. ഇനി ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ ഭക്ഷണം മാറിയത് കൊണ്ട് മാത്രമല്ല എന്ത് വരുന്നത്, അസുഖം വരുന്നത്. പിന്നെ എന്തുകൂടെ വരുന്നുണ്ട്, നമ്മുടെ ജോലി. പണ്ട് കാലങ്ങളിൽ ആളുകൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് അടങ്ങിയിട്ടുള്ള ജോലികളായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ ഈ കാലത്ത് ആളുകൾ എങ്ങനത്തെ ജോലികളാണ് ചെയ്യുന്നത്, ഇരുന്നിട്ടുള്ള വലിയ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒന്നും വരാത്ത ജോലികളാണ് ചെയ്യുന്നത്. ഇത് കാരണം എന്ത് വരാൻ തുടങ്ങി, അസുഖങ്ങൾ വരാൻ തുടങ്ങി. അപ്പം നമ്മുടെ ജീവിത ശൈലി മാറിയത് കാരണം വരുന്ന, ജീവിതശൈലി മാറുന്നത് കാരണം വരുന്ന അസുഖങ്ങളെയാണ് എന്ത് പറയുന്നത്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത്. അത് ഏത് രൂപത്തിൽ വേണമെങ്കിലും വരാം. ചില ആൾക്കാർക്ക് ഭക്ഷണം മാറിയത് കാരണമാവും വരുന്നത്, ചില ആൾക്കാർ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി കുറഞ്ഞത് കാരണമാവും വരുന്നത്, ചില ആൾക്കാർക്ക് ഇങ്ങനെ വരും, അവരുടെ സ്ലീപ്പ് കുറഞ്ഞത് കാരണം വരും. അപ്പോൾ നമ്മൾ ഇത്രയും ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തത് എന്തിനൊക്കെ കുറിച്ചിട്ടാണ്, ഭക്ഷണത്തിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ സ്ലീപ്പിനെ കുറിച്ചിട്ടും എക്സസൈസിനെ കുറിച്ചിട്ടൊക്കെയാണ്. അപ്പം ഇതിൽ മാറ്റം വന്നത് കാരണം നമുക്കുണ്ടാവുന്ന അസുഖങ്ങളെ, അതായത് നമ്മുടെ ജീവിതശൈലി മാറിയത് കാരണം നമുക്ക് വരുന്ന അസുഖങ്ങളെയാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്ന് പറയുന്നത്. അടുത്തത് പറയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. So far we have been discussing the changes in lifestyle and some of the health issues that may manifest due to it. അപ്പോൾ ഇത്രയും നേരം നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തത്, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നത് കാരണം ഉണ്ടാവുന്ന ഹെൽത്ത് ഇഷ്യൂസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. വാട്ട് ആർ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, ഏതൊക്കെയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഏതൊക്കെയാണ്, ഒബിസിറ്റി ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അതുപോലെ തന്നെ ഡയബറ്റിസ് മെലിറ്റസ്, ഷുഗർ എന്ന് കേട്ടിട്ടില്ലേ, നമ്മൾ അതിനെക്കുറിച്ചിട്ട് പഠിച്ചു അല്ലേ, അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ അത് പ്രഷർ കൂടുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. പിന്നെ എന്താണ്, കൊളസ്ട്രോള് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. യു മേ ഹാവ് ഹിയർഡ് അബൌട്ട് ഇറ്റ്, നിങ്ങൾ അതിനെക്കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആർ കോസ്ഡ് നോട്ട് ബൈ പാത്തജൻസ്. ഇനി ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാക്കുന്നത് ആരല്ല, അണുക്കളല്ല. നമ്മുടെ കൂടുതൽ അസുഖങ്ങളും ഉണ്ടാക്കാൻ എന്തുണ്ടാവുന്നുണ്ട്, ഒരു മൈക്രോ ഓർഗാനിസം അല്ലെങ്കിൽ ഒരു അണു ഉണ്ടാവുന്നുണ്ട് അല്ലേ. പക്ഷേ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാക്കുന്നത് അണുക്കളല്ല, ബട്ട് ബൈ ആൻ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കാരണമാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാകുന്നത്. അതായത് ആരോഗ്യപരമല്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ കാരണമാണ് എന്തുണ്ടാകുന്നത്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാകുന്നത്. ഇനി അടുത്തത് പറയാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ആർ കോസ്ഡ് ബൈ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാവുന്നത് എന്ത് കാരണമാണ്, അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ കാരണമാണ്. ദീസ് ഈസ് മെയിൻലി ഡ്യൂ ടു അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്. ഇത് എന്ത് കാരണമാണ്, മെയിൻ എന്താണ് ഇതിൻ്റെ, അൺഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണ രീതിയാണ്. പിന്നെ ലാക്ക് ഓഫ് എക്സസൈസ്, പിന്നെ എന്താണ്, എക്സസൈസിൻ്റെ കുറവ്, പിന്നെ ഇനഡിക്വേറ്റ് സ്ലീപ്പ്, ഉറക്കക്കുറവ്, സ്മോക്കിംഗ്, അതുപോലെ തന്നെ ആൽക്കഹോളിസം ആൻഡ് സ്ട്രെസ്സ്. ഇതൊക്കെ എന്തിന് കാരണമാണ്, ലൈഫ് സ്റ്റൈൽ ഡിസീസിന് കാരണമാണ്. ലൈഫ് സ്റ്റൈൽ ഡിസീസ് എന്ന് പറയുമ്പോൾ എന്ത് കാരണം ഉണ്ടാവുന്നതാണ്, അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ കാരണം ഉണ്ടാവുന്നതാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസ്. You have understood that many of these diseases mentioned earlier can be kept at bay if one follows proper lifestyle from a younger age itself. അപ്പോൾ നിങ്ങൾക്കറിയാലേ, നമ്മൾ മേലെ കുറേ ഡിസീസുകൾ പറഞ്ഞു. ആ ഡിസീസുകളൊക്കെ നമ്മുടെ ചെറുപ്പകാലത്ത് തന്നെ നല്ലൊരു ലൈഫ് സ്റ്റൈലിൽ വഴി ജീവിച്ചു കഴിഞ്ഞാൽ ആ ഡിസീസസ് എന്നൊക്കെ നമുക്ക്
മാറി, അതായത് ആ ഡിസീസസ് നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെട്ടു പോവാം എന്നാണ് പറയുന്നത്. സം ഓഫ് ദി എൽഡേഴ്സ് ഇൻ അവർ ഹോം മേ ഹാവ് സച്ച് ഡിസീസസ്. അപ്പം നിങ്ങളുടെ വീട്ടിലുള്ള മുതിർന്ന ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് എന്തുണ്ടാവും, ഇതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉണ്ടാവും അല്ലേ. വോണ്ട് യു ഹെൽപ്പ് ദം ടു ലീഡ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ബൈ മേക്കിംഗ് നെസസറി ചേഞ്ചസ് ഇൻ ദെയർ ലൈഫ് സ്റ്റൈൽ. അപ്പം നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ പറഞ്ഞു കൊടുത്തിട്ട് അവരെ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നിന്ന് നിങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യൂലേ എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്കപ്പോൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലേ, അതായത് എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഏതൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റും, അതുപോലെ തന്നെ ഏതൊക്കെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ അവരോട് എന്ത് പറയണം, വേഗം കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട് പറയണം, പിന്നെ നന്നായിട്ട് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം, അതുപോലെ തന്നെ പുകവലി, മദ്യപാനം പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പറയണം, പിന്നെയോ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് പറയണം. അടുത്തത് ക്യാൻസർ, ഹാർട്ട് ഡിസീസ്, ലിവർ സിറോസിസ്, ഒബിസിറ്റി, ടൈപ്പ് 2 ഡയബറ്റീസ്, ഡിപ്രഷൻ, ഹൈപ്പർ ടെൻഷൻ ആർ എക്സാമ്പിൾ ഓഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ലൈഫ് സ്റ്റൈൽ ഡിസീസിന് എക്സാമ്പിളാണ്. ഇംപ്രോപ്പർ ലൈഫ് സ്റ്റൈൽ ക്യാൻ റെഡ്യൂസ് അവർ ഇമ്മ്യൂണിറ്റി. ഇനി നല്ല രീതിയിലല്ലാത്ത ലൈഫ് സ്റ്റൈൽ എന്ത് കുറക്കും? നമ്മളുടെ രോഗപ്രതിരോധ ശേഷി കുറക്കും. ദിസ് മേ ലീഡ് ടു മെനി അതർ ഡിസീസസ് ഓർ അഗ്രവേറ്റ് ദം. ഇതെന്ത് ചെയ്യും? വേറെ കുറേ ഡിസീസസ് ഉണ്ടാക്കാൻ കാരണമാവും, അല്ലെങ്കിൽ ഉള്ള ഡിസീസസിനെ കൂട്ടാനൊക്കെ കാരണമാവും. ടാബ്ലേറ്റ് ദി ചേഞ്ചസ് ഇൻ ലൈഫ് സ്റ്റൈൽ, ദി റിസൾട്ടിങ് ഹെൽത്ത് ഇഷ്യൂ ആൻഡ് ദെയർ റെമഡീസ് പ്രസൻറ്റ് ഇൻ ദി ക്ലാസ്. അപ്പം ഇവിടെ ആദ്യം നമുക്ക് തന്നിട്ടുള്ള ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ ഏതാണ്? പ്ലേയിങ് ഇലക്ട്രോണിക് ഗെയിംസ് ഇൻഡോഴ്സ് ഫോർ എ ലോങ് ടൈം. അപ്പോൾ വീടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കുറേ സമയം എന്ത് ചെയ്യുക? ഇലക്ട്രോണിക് ഗെയിംസ് കളിക്കുക. ഇലക്ട്രോണിക് ഗെയിംസ് എന്ന് പറഞ്ഞാൽ ഇരുന്ന് കളിക്കുന്ന കളിയാലേ. അപ്പോൾ ഇലക്ട്രോണിക് ഗെയിംസ് കളിക്കുമ്പം അവിടെ ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂ ഏതാണ്? വിഷൻ പ്രോബ്ലം ഉണ്ടാവും, പെയിൻ ഇൻ നെക്ക് ആൻഡ് ബാക്ക് മസിൽസ്, ഒബിസിറ്റി, അതായത് വിഷൻ പ്രോബ്ലം, കാഴ്ചക്ക് പ്രശ്നം ഉണ്ടാവും, നമ്മുടെ കഴുത്തിലും അതുപോലെ തന്നെ ബാക്കിലുള്ള മസിൽസിലൊക്കെ വേദന വരാൻ തുടങ്ങും, പിന്നെ ഒബിസിറ്റി, വെയിറ്റ് കൂടാൻ തുടങ്ങും. ഇതിനുള്ളൊരു പരിഹാരം എന്താണ്? റെഡ്യൂസ് സ്ക്രീൻ ടൈം കുറക്കാം. പ്ലേ ഔട്ട്ഡോർ ഗെയിംസ്, പുറത്തു പോയിട്ട് നല്ലോണം ഫിസിക്കൽ ആക്ടിവിറ്റീസ് വരുന്ന ഗെയിം കളിക്കാം. ഡു റെഗുലർ എക്സസൈസ്, എന്ത് ചെയ്യാം? റെഗുലറായിട്ട് എന്നും ഒരു ദിവസം പോലും വിടാതെ എക്സസൈസ് ചെയ്യുക. അടുത്തത് എന്താ? അടുത്ത ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ഏതാണ്? നമുക്ക് എന്ത് എഴുതാം? എക്സസ് യൂസ് ഓഫ് ജങ്ക് ഓർ ഫ്രൈഡ് ഫുഡ്. ജങ്ക് ഫുഡ് അല്ലെങ്കിൽ ഫ്രൈഡ് ഫുഡ് അമിതമായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹെൽത്ത് ഇഷ്യൂ ഏതാണ്? ഒബിസിറ്റി ഉണ്ടാവും, ഹൈ കൊളസ്ട്രോൾ കൂടും, പിന്നെയോ ദഹന പ്രശ്നം വരും. ഇതിൻ്റെ റെമഡി എന്താണ്? പരിഹാരം അവോയ്ഡ് ജങ്ക് ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കുക എന്നുള്ളതാണ് ആദ്യത്തെ തന്നെ പരിഹാരം. അടുത്തതാണ് ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുക. അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസും പൾസസും നട്ട്സൊക്കെ കഴിക്കുക. പിന്നെ ഫോളോ എ ബാലൻസ്ഡ് ഡയറ്റ്. അങ്ങനെ വാരി വലിച്ച് കഴിക്കാതെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യാം. ഇനി അടുത്ത ലൈഫ് സ്റ്റൈൽ ചേഞ്ചിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ലാക്ക് ഓഫ് ഫിസിക്കൽ എക്സസൈസ് ഇല്ലാത്ത ഒരു കണ്ടീഷൻ. അപ്പോൾ എന്തുണ്ടാവുന്നുണ്ട്? ഒബിസിറ്റി, അതുപോലെ തന്നെ ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവുന്നുണ്ട്, മസിൽ വീക്ക്നെസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ റെമഡീസാണ് എന്ത്? ഡു റെഗുലർ എക്സസൈസ്, എന്നും എക്സസൈസ് ചെയ്യാം. വാക്കിങ്, ജോക്കിങ്, യോഗ അതൊക്കെ ചെയ്യാം. അടുത്ത ലൈഫ് സ്റ്റൈലിലുള്ള ചേഞ്ചാണ് ഇംപ്രോപ്പർ സ്ലീപ്പ് ഹാബിറ്റ്. അതായത് സമയത്തിന് ഉറങ്ങുന്നില്ല, ആവശ്യത്തിന് ഉറക്കം കിട്ടായിക. അപ്പോൾ എന്തുണ്ടാവും? ഫാറ്റിഗ് എന്ന് പറഞ്ഞാൽ ക്ഷീണം ഉണ്ടാവും, സ്ട്രെസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറയും. ഇതിൻ്റെ റെമഡി എന്താണ്? സ്ലീപ്പ് ഏർലി ആൻഡ് അഡിക്വേറ്റ്ലി. നേരത്തെ ആവശ്യത്തിന് ഉറങ്ങുക. മെയിൻറ്റെയിൻ പ്രോപ്പർ സ്ലീപ്പ് റൊട്ടീൻ. അതായത് ഒരു പ്രോപ്പറായിട്ട് കൃത്യമായിട്ടൊരു ഉറക്കത്തിനൊരു ചിട്ടയായിട്ട് ഉറങ്ങാൻ നോക്കുക. അടുത്തത് എക്സസീവ് യൂസ് ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുറേ കുടിക്കുന്നത് എന്താണ്? ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ചാണ്. അതെന്തുണ്ടാക്കുന്നുണ്ട്? ഹെൽത്ത് ഇഷ്യൂ, ടൂത്ത് നശിച്ചു പോകുന്നുണ്ട്, അതുപോലെ തന്നെ വെയിറ്റ് കൂടുന്നുണ്ട്, പിന്നെയോ ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാവുന്നുണ്ട്. ഇതിൻ്റെ റെമഡി ആയിട്ട് നമുക്ക് എന്ത് പറയാം? വാട്ടറും ഫ്രഷ് ജ്യൂസും കഴിക്കാൻ നോക്കുക. അങ്ങനെ ആകുന്ന സമയത്ത് എന്ത് കുറയും? ടൂത്ത് ഡീക്കെ, ഒബിസിറ്റി, ഡയബറ്റീസ് ഒക്കെ കുറയും.
ഇനി അടുത്തത്, ടുഡേ വി എൻജോയ് മെനി ലിവിങ് ഫെസിലിറ്റീസ്. ഈ കാലത്ത് നമ്മൾ കുറേ ജീവിത സൗകര്യങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. സോ കെയർ ഷുഡ് ബി ഗിവൺ ടു സ്ലീപ്പ്, എക്സസൈസ് ആൻഡ് പ്രോപ്പർ ഡയറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഉറക്കത്തിനും എക്സസൈസിനും പ്രോപ്പർ ഡയറ്റിലൊക്കെ നല്ലോണം ശ്രദ്ധ പുലർത്തണം. വി ഷുഡ് ബി ഏബിൾ ടു കീപ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് അറ്റ് ബേ ബൈ ഗിവിങ് അപ്പ് ഇംപ്രോപ്പർ ലൈഫ് സ്റ്റൈൽ. അപ്പോൾ നമുക്ക് ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. എങ്ങനെയാ, നമ്മളുടെ ഇംപ്രോപ്പറായിട്ടുള്ള ഒരു ചിട്ടയില്ലാത്ത ജീവിതം ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ലൈഫ് സ്റ്റൈൽ എന്താക്കണം, മെച്ചപ്പെട്ടതാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. എക്സാമിൻ ദി വേർഡ്സ് റിലേറ്റഡ് ടു ദീസ് ഗിവൺ ബിലോ. അപ്പം നമുക്ക് താഴെ ഒരു വേർഡ്സ് തന്നിട്ടുണ്ട്, അത് നോക്കാനാണ് പറയുന്നത്. certain lifestyle which should be completely given up, reduced or practiced are given in the word sum. അപ്പം ചില ലൈഫ് സ്റ്റൈൽ ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മറന്നുപോയ, അല്ലെങ്കിൽ നമ്മൾ ജീവിതത്തിൽ കുറച്ച് ചെയ്യുന്ന, അതായത് നമ്മുടെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ മാറിയത് കാരണം നമ്മൾ കാലഹരണപ്പെട്ടു പോയ, അല്ലെങ്കിൽ ആളുകൾ മറന്നു പോയിട്ടുള്ള, അല്ലെങ്കിൽ ആളുകൾ ചെയ്യുന്നത് കുറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വേർഡ്സണാണ് ഇവിടെ തന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ദി വേർഡ്സൺ ബൈ ആഡിങ് മോർ ഇൻഫർമേഷൻ റിലേറ്റഡ് ടു ഇറ്റ്. അപ്പോൾ ഈ ഒരു വേർഡ്സിന് എന്ത് ചെയ്യുക, കൂടുതൽ ഇൻഫർമേഷൻ എഴുതാനാണ് പറയുന്നത്. ആഡ് സ്യൂട്ടബിൾ ടൈറ്റിൽ ആൻഡ് എക്സിബിറ്റ് ഇൻ ദി സ്കൂൾ ബുള്ളറ്റിൻ ബോർഡ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുത്തിട്ട് നമ്മുടെ സ്കൂളിൽ അത് ഡിസ്പ്ലേ ചെയ്യാനാണ് പറയുന്നത്. അപ്പം ഏതൊക്കെയാണ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽസ് എന്നാണ് അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ലെറ്റ്സ് ഗിവ് അപ്പ് സബ്സ്റ്റൻസ് യൂസ് നമുക്ക് നിർത്താം. ലെറ്റ്സ് ഗിവ് അപ്പ് ടുബാക്കോ ആൻഡ് ടുബാക്കോ പ്രോഡക്ട്സ്, അതായത് ടുബാക്കോ പ്രോഡക്ട്സും ഉപയോഗിക്കുന്നത് നിർത്താം. ലെറ്റ്സ് പ്രാക്ടീസ് ഈറ്റിംഗ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. എന്നിട്ട് എന്ത് ചെയ്യാം, ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കഴിക്കുന്നത് കൂട്ടാം. ലെറ്റ്സ് പ്രാക്ടീസ് എക്സസൈസ് കൂട്ടാം. ലെറ്റ്സ് പ്രാക്ടീസ് ഗുഡ് സ്ലീപ്പിംഗ് ഹാബിറ്റ്, നല്ല സ്ലീപ്പിംഗ് ഹാബിറ്റ് കൊണ്ടുവരാം. അടുത്തത്, ലെറ്റ്സ് റെഡ്യൂസ് യൂസ് ഓഫ് ഫ്രൈഡ് ഫുഡ് ഐറ്റം, അതായത് ഫ്രൈഡ് ഫുഡ് ഐറ്റംസിൻ്റെ ഉപയോഗം കുറക്കാം. ലെറ്റ്സ് റെഡ്യൂസ് എക്സസ് യൂസ് ഓഫ് സാൾട്ട്, അമിതമായിട്ട് ഉപ്പ് ഉപയോഗിക്കുന്നത് കുറക്കാം. ലെറ്റ്സ് റെഡ്യൂസ് യൂസ് ഓഫ് സോഫ്റ്റ് ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നത് കുറക്കാം. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്, ഹെൽത്തി ലൈഫ് സ്റ്റൈലിൻ്റെ ഭാഗമാണ്. ഇനി ഇവിടെ രണ്ടെണ്ണം നമ്മൾ എഴുതണം. നമുക്ക് ഏതൊക്കെ എഴുതാൻ പറ്റുക, ലെറ്റ്സ് മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ള കാര്യം പറയാം. പിന്നെ എന്ത് പറയാം, അടുത്തത് പറയാം, ലെറ്റ്സ് മാനേജ് സ്ട്രെസ് ത്രൂ മെഡിറ്റേഷൻ ഓർ യോഗ അല്ലെങ്കിൽ മെഡിറ്റേഷനൊക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്ട്രെസ്സ് കുറക്കാം. അടുത്തത് പറയാണ്, ദി ഹെൽത്ത് ഇഷ്യൂസ് കോസ്ഡ് ബൈ സ്മോക്കിംഗ്, ആൽക്കഹോളിസം ആൻഡ് സബ്സ്റ്റൻസ് യൂസ് ആർ മോർ dreadful than the health problem caused by the unhealthy lifestyle. അപ്പോൾ നമ്മളുടെ സ്മോക്കിംഗ്, ആൽക്കഹോളിസം, സബ്സ്റ്റൻസ് യൂസൊക്കെ കൂടുതൽ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഉണ്ടാക്കുന്നതാണ് ഏതൊക്കെ, ആൽക്കഹോളിസം, സ്മോക്കിംഗ്, സബ്സ്റ്റൻസ് യൂസൊക്കെ. ലെറ്റ്സ് എക്സാമിൻ ദി ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ പ്രോബ്ലം കോസ്ഡ് ബൈ ദീസ്. അപ്പം ഇത് കാരണം ഉണ്ടാവുന്ന ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും സോഷ്യലായിട്ടും ഒക്കെ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ആണ് താഴെ തന്നിരിക്കുന്നത്. ഫിസിക്കൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്, ഇമ്മ്യൂണിറ്റി ഓഫ് ബോഡി ഡിക്രീസ്, അതായത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്ത സമയത്ത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ രീതി മാറി. അപ്പം ഭക്ഷണ രീതി മാറി അത് കാരണം എന്ത് കുറയുന്നുണ്ട്, നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുന്നുണ്ട്. ഇമ്മ്യൂണിറ്റി ഓഫ് ദി ബോഡി ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അടുത്തത്, മെമ്മറി ആൻഡ് അനലിറ്റിക്കൽ തിങ്കിങ് ഡിക്രീസസ്, അതായത് മെമ്മറിയും പിന്നെ അനലിറ്റിക്കൽ തിങ്കിങ്ങും കുറഞ്ഞു. പിന്നെ കോസസ് ലങ് ആൻഡ് ഹാർട്ട് റിലേറ്റഡ് ഡിസീസസ്, ലങ് ഡിസീസസ് കൂടി, അതുപോലെ തന്നെ ഹാർട്ട് ഡിസീസസ് കൂടി. അടുത്തത് നമുക്ക് എന്ത് പറയാം, ഇറ്റ് കോസ് ഫാറ്റിക് ആൻഡ് വീക്ക്നെസ് എന്ന് പറയാം. ഇറ്റ് കോസ് ഫാറ്റിക് ആൻഡ് വീക്ക്നെസ്. നെക്സ്റ്റ് ആണ്. അപ്പോൾ ഇനി അടുത്തതായി നമുക്ക് ഈ ആൽക്കഹോൾ, സബ്സ്റ്റൻസ് യൂസ്, അതുപോലെ തന്നെ സ്മോക്കിംഗ് ഒക്കെ കാരണം
ഉണ്ടാവുന്ന മെൻ്റൽ പ്രോബ്ലംസിനെ കുറിച്ചിട്ട് പറയാം. കോസസ് ആങ്സൈറ്റി ആൻഡ് ഡിപ്രഷൻ. ഈ ആൽക്കഹോളിസം, സബ്സ്റ്റൻസ് യൂസ്, അതുപോലെ തന്നെ സ്മോക്കിംഗ് ഒക്കെ എന്തൊക്കെ ഉണ്ടാക്കുന്നുണ്ട്? ആങ്സൈറ്റി ഉണ്ടാക്കുന്നുണ്ട്, ഡിപ്രഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഗെറ്റ് സ്റ്റംബേർഡ് ടു എൻഗേജ് ഇൻ ഇല്ലീഗൽ ആക്ടിവിറ്റി. അതായത് മദ്യപിച്ചിട്ട് ആവശ്യമില്ലാത്ത ഇല്ലീഗലായിട്ടുള്ള നിയമപരമായിട്ട് അല്ലാത്ത അനീതി ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ, മദ്യപിച്ചിട്ടും അതുപോലെ തന്നെ സബ്സ്റ്റൻസ് യൂസ് ചെയ്തിട്ടൊക്കെ. ഇനി അടുത്തത് ബിക്കം അഗ്രസീവ് ക്വിക്ക്ലി. അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ അത് എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ ഉള്ള ഒരു സമയം പോലും എടുക്കാതെ അവർക്ക് എന്ത് വരുന്നുണ്ട്, ഒരു കാര്യം കണ്ടു കഴിഞ്ഞാലും കേട്ട് കഴിഞ്ഞാലൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്നുണ്ട്. ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ കുറേ ഫാമിലി ഇഷ്യൂസൊക്കെ വരുന്നുണ്ട് അല്ലേ. അടുത്തത് നമുക്ക് എന്ത് ചെയ്താം, ലാക്ക് ഓഫ് കോൺസെൻട്രേഷൻ. അവരുടെ കോൺസെൻട്രേഷൻ കുറഞ്ഞു പോകുന്നുണ്ട്. അവർക്ക് ഒരു കാര്യത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റുന്നില്ല. ഇനി അടുത്തത് സോഷ്യൽ പ്രോബ്ലം. ഈ ഒരു ആൽക്കഹോളിസം, സബ്സ്റ്റൻസ് യൂസ്, അതുപോലെ തന്നെ സ്മോക്കിംഗ് കാരണം ഉണ്ടാകുന്ന സോഷ്യൽ പ്രോബ്ലംസ് എന്തൊക്കെയാണ്? കീപ് ഡിസ്റ്റൻസ് ഫ്രം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്. അതായത് അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നും ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തുനിന്നും എന്ത് വരുന്നുണ്ട്, ഒരു ഡിസ്റ്റൻസ് വരുന്നുണ്ട്, അകലം വരൂലേ. ഇങ്ങനെ സ്മോക്കിങ്ങും അതുപോലെ തന്നെ ആൽക്കഹോളിസും സബ്സ്റ്റൻസ് യൂസൊക്കെ കൂടി കഴിയുമ്പോൾ എന്ത് വരും, ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ അകലം വരുന്നുണ്ട്. അടുത്തത് മേക്ക് അൺഡിസൈറബിൾ ഫ്രണ്ട്ഷിപ്പ്. ആവശ്യമില്ലാത്ത അനാവശ്യ രീതിയിലുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നുണ്ട്. ഡിക്രീസ് ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ്. അവർക്ക് എന്ത് പറ്റുന്നില്ല, ശരിക്കും പഠിക്കാൻ പറ്റുന്നില്ല. അവരുടെ പഠനത്തിലുള്ള ഇൻട്രസ്റ്റ് കുറയുന്നുണ്ട്. പിന്നെ നമുക്ക് എന്ത് പറയാം, പ്രോബ്ലം ഇൻ ഫാമിലി ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. അടുത്തത് നമുക്ക് എന്താ പറയാം, പ്രോബ്ലംസ് ഇൻ ഫാമിലി ആൻഡ് സോഷ്യൽ റിലേഷൻഷിപ്പ്. അവരുടെ ഫാമിലിയിലും പ്രശ്നം വരുന്നുണ്ട്, അതുപോലെ തന്നെ സോഷ്യൽ റിലേഷൻഷിപ്പിലും പ്രശ്നം വരുന്നുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത്? ആൽക്കഹോളിസം, സബ്സ്റ്റൻസ് യൂസ്, സ്മോക്കിംഗ്, ഈ കാരണം കൊണ്ടൊക്കെയാണ് വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഫിസിക്കൽ പ്രോബ്ലം, മെൻ്റൽ പ്രോബ്ലം, സോഷ്യൽ പ്രോബ്ലം ഒക്കെ നമുക്ക് ഈ സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നതുകൊണ്ടും ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതുകൊണ്ടും അതുപോലെ തന്നെ സ്മോക്കിംഗ് കാരണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കണം. നമ്മൾ ഇങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. നമുക്ക് എപ്പോഴും നമ്മൾക്ക് ഗുഡ് ഹാബിറ്റ്സ് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. എന്നാലേ നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദി ഇഷ്യൂസ് കോസ്ഡ് ബൈ യൂസ് ഓഫ് ഡ്രഗ്സ് ടു ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റി. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, അതായത് ഡ്രഗ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ വ്യക്തിക്കും അതുപോലെ തന്നെ സമൂഹത്തിലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ. കീപ്പിംഗ് ഡ്രഗ്സ് ഇൻ അവർ കസ്റ്റഡി ഈസ് ആസ് ഇല്ലീഗൽ ആസ് യൂസിങ് ദം. ഇനി നമ്മൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ എന്തും കുറ്റകരമാണ്. നമ്മുടെ കയ്യിൽ ഡ്രഗ്സ് വെക്കുന്നതും കുറ്റമാണ്. യൂസ് ചെയ്യണമെന്ന് ഇല്ല, നമ്മുടെ കയ്യിൽ ഡ്രഗ്സ് വെച്ചാൽ അതും എന്താണ്, ഇല്ലീഗലാണ്. ഇനി അടുത്തത്, സോ ലെറ്റ്സ് ടേക്ക് ദി പ്ലെഡ്ജ് ഐ വിൽ സേ നോ ടു ഡ്രഗ്സ് ഫോർ എ ഹെൽത്തി ലൈഫ്. അപ്പം നിങ്ങളെന്ത് ചെയ്യണം, നിങ്ങളൊരു പ്ലെഡ്ജ് എടുക്കണം. എന്താണ് ആ പ്ലെഡ്ജ്? ഐ വിൽ സേ നോ ടു ഡ്രഗ്സ് ഫോർ എ ഹെൽത്തി ലൈഫ്. ഞാൻ എന്ത് പറയും, ഡ്രഗ്സിനോട് എന്ത് പറയും, നോ എന്ന് പറയും. ഡ്രഗ്സ് എപ്പോഴാണോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് അന്ന് മുതൽ നിങ്ങളുടെ ജീവിതം നശിച്ചു തുടങ്ങും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും ഡ്രഗ്സിനോട് എന്ത് പറയണം, നോ. ഒരു കാരണവശാലും ഡ്രഗ്സ് നിങ്ങളുടെ ലൈഫ് തകർക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. കാരണം നിങ്ങൾക്ക് സക്സസ് ആവണം. സക്സസ് ആണ് നിങ്ങളുടെ ലക്ഷ്യം. നമ്മൾ ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും നമ്മൾ മുന്നിൽ കാണേണ്ടത് സക്സസ് ആണ്. ഒരു ഡ്രഗോ അല്ലെങ്കിൽ ആൽക്കഹോളോ ഒന്നും നമ്മുടെ ലൈഫിനെ ഇല്ലാതാക്കരുത്. അതിനോട് നമ്മൾ എപ്പോഴും നോ എന്ന് പറയണം. ഒരു പ്രാവശ്യം നമ്മൾ യെസ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് പുറത്ത് വരാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം സേ നോ ടു ഡ്രഗ്സ് ഫോർ എ ഹെൽത്തി ലൈഫ്. നമുക്കൊരു ആരോഗ്യപരമായിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മളെപ്പോഴും എന്ത് ചെയ്യണം, ഡ്രഗ്സിനോട് ഗുഡ് ബൈ പറയണം, നോ പറയണം. അതായത് ഡ്രഗ്സ് എപ്പം നമ്മുടെ ലൈഫിലേക്ക് വരുന്നോ അപ്പം നമ്മൾ നോ എന്ന് പറഞ്ഞിട്ട് നമ്മളത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒന്നാണ് എന്ത്, ഡ്രഗ്സ്. അപ്പം സേ നോ ടു ഡ്രഗ്സ്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം.